it's not about time management, it's about energy management. It's not about just giving your energy, it's also about how do you refill that energy. ആ ഒരു ഹാർമണി ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ടൈം മാനേജ്മെന്റ് ശരിക്കും മനസ്സിലാക്കി തുടങ്ങി. പക്ഷെ അതിലൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഈ നമ്മൾ ഒരു മനുഷ്യന്റെ ECG ആണ് അയാളുടെ ശരീരത്തിലെ കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ നമ്മളൊരു ബിസിനസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റുമാണ് നമ്മുടെ കറക്റ്റ് റിപ്പോർട്ട്സ്. ആ റിപ്പോർട്ട്സിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസ്. അപ്പൊ ആ ഒരു റിയലൈസേഷൻ എവിടെ നിന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹായ് ഫ്രണ്ട്സ്, പ്രൊജക്ട് ബീബിയുടെ പുതിയൊരു ടാക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഖത്തറിലെ BNI എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള മുഹമ്മദ് ഷബീബ് ആണ്. വെൽക്കം ഡിയർ മുഹമ്മദ് ഷബീബ്. Thank you, Habib. Thank you so much for having me on Project BB. BNI ഡയറക്ടർ എന്ന നിലയ്ക്ക് മാത്രമല്ല, വർഷങ്ങളുടെ ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടുള്ള പരിചയമുണ്ട്. കോളേജ് കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ടപ്പ് തുടങ്ങി നിരവധി ബിസിനസ്സുകളിലൂടെ ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. BNI എക്സിക്യൂട്ടീവ് ഡയറക്ടറായി BNI അംഗങ്ങളുടെ ബിസിനസ്സിന് മെന്റർഷിപ്പും ഗൈഡൻസും നൽകുന്നു. ZneX എന്നുള്ള ഒരു ലൈഫ് കോച്ചിങ് സ്ഥാപനം കൂടി സ്വന്തമായി നടത്തുന്നുണ്ട്. നമുക്ക് ചോദിച്ചറിയാം മുഹമ്മദ് ഷബീബിന്റെ ബിസിനസ് വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത പാഠങ്ങളും അദ്ദേഹത്തിന് നമുക്ക് നൽകുവാനുള്ള അഡ്വൈസുകളും. ആദ്യമായി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇത്രയും പറഞ്ഞ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിൽ ഓരോന്നും വളരെയധികം സമയം ആവശ്യമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് BNI ആകുമ്പോൾ അതിൽ ഓരോ മെമ്പേഴ്സിനും ഇൻഡിവിജ്വലായി തന്നെയുള്ള ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാവും. ലൈഫ് കോച്ചിങ്ങിലും ആ ക്ലയൻറ്റുമായുള്ള ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ സ്വന്തമായുള്ള ബിസിനസ്സും ഫാമിലിയും. എങ്ങനെയാണ് ഈ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നത്? വെരി സിംപ്ലി പുട്ട്, ഔട്ട്ലുക്ക്. കുറെ കാലമായിട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, മൊബൈൽ ഫോൺ ഇറങ്ങിയ കാലം മുതൽ ഈ മൊബൈൽ ഫോണ് സ്മാർട്ട് ഫോണ് കയ്യിൽ ഉണ്ടായിരുന്ന ആളാണ്. കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മൊബൈൽ ഫോണ് ഉപയോഗിച്ച് എല്ലാ രീതിയിലുള്ള ഹൈടെക് മൊബൈൽ ഫോൺസ് എപ്പോഴും കയ്യിലുണ്ടായിരുന്നു. നോക്കിയ കമ്മ്യൂണിക്കേറ്റീവ് സീരീസ് ഒക്കെ എന്റെ കയ്യിൽ ഇല്ലാത്ത മോഡൽ ഉണ്ടായിരുന്നില്ല. എല്ലാ മോഡലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന വലിയൊരു ചാലഞ്ച് എന്ന് വെച്ചാൽ ടൈം മാനേജ്മെന്റ് തന്നെയായിരുന്നു. അപ്പൊ എപ്പോഴും ആലോചിക്കും, ഓക്കെ നമുക്ക് കാലണ്ടർ ഉപയോഗിക്കണം, ഇത് ഉപയോഗിക്കണം, ഇങ്ങനെ ഉപയോഗിക്കണം. അപ്പൊ നമ്മുടെ കയ്യിലൊക്കെ എല്ലാവരുടെ കയ്യിലുള്ള സാധനമാണ് ഈ മൊബൈൽ ഫോൺ. പക്ഷെ നമ്മൾ അത് ഒരിക്കലും അങ്ങനെ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു തുടങ്ങിയില്ല. എപ്പോഴാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ സമയം കൊണ്ട് എനിക്ക് എത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു തുടങ്ങിയപ്പോഴാണ്. അപ്പൊ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ആലോചിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂർ വർക്ക് ചെയ്യണം, നമ്മള് എല്ലാ സമയത്തും ഭയങ്കര വർക്ക് ഫോക്കസ്ഡ് ആയിരിക്കണം, അങ്ങനെയൊക്കെയാണ്. പിന്നീട് എനിക്ക് ഒരു കോൺസെപ്റ്റ് വന്നത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ടൈം മാനേജ്മെന്റ്, ഇറ്റ്സ് അബൌട്ട് എനർജി മാനേജ്മെന്റ്. അപ്പൊ നമ്മള് ബേസിക്കലി ടൈമിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്ലോട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന മീറ്റിംഗ്സിന്റെ ഇടയിൽ കറക്റ്റ് ആയിട്ട് ബ്രേക്സ് വെച്ച് ആ ബ്രേക്സിന്റെ ഇടയിൽ നമ്മൾ റീ എനർജൈസ് ചെയ്ത് നമുക്ക് നമ്മളെ ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്ത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് ഗിവിംഗ് യുവർ എനർജി, ഇറ്റ്സ് ഓൾസോ അബൌട്ട് ഹൗ ഡു യു റീഫിൽ ദാറ്റ് എനർജി. ആ ഒരു ഹാർമണി ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ടൈം മാനേജ്മെന്റ് ശരിക്കും മനസ്സിലാക്കി തുടങ്ങി. പക്ഷെ അതിലൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഈ ഹാർമണി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഡിസിപ്ലിൻ എന്നുള്ള വാക്ക് ശരിക്കും ആദ്യം വരാം. കാരണം ഹാർമണി, ഹൗ ഡു യു ക്രിയേറ്റ് എ സിംഫണി ബിറ്റ്വീൻ തിങ്സ്. ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫിറ്റ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഫിറ്റ് കൊണ്ടുവരാൻ വരണമെങ്കിൽ യു റിയലി ഹാവ് ടു സ്റ്റാർട്ട് ഹാവിങ് എ ഡിസിപ്ലിൻ. So the first discipline that I decided to have is basically set out my calendar. Understand that my calendar is divided into 3. One part of it is for my sleep, other part of it is for my work, and other part of it is for my family and my recreational activities such as reading, my interests and so on. And it's not about, okay, 7 to 5 work ചെയ്തതിന് ശേഷം മാത്രമേ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം ഇന്ന ടൈമിൽ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനത്തെ രീതിയിലല്ല. ചില ദിവസങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യണം, ആ ടൈം നമ്മൾ വേറെ സമയത്ത് മേക്കപ്പ് ചെയ്യാം. അതുപോലെ ചില ദിവസങ്ങൾ നമ്മൾ ചിലപ്പോൾ ഉറക്കം കുറയും, ആ ഉറക്കം കുറയുന്നത് നമ്മൾ വേറെ ദിവസം ഡെഫിസിറ്റ് ഫുൾഫിൽ ചെയ്യാം. ഒരു ബാങ്ക് പോലെ ട്രീറ്റ് ചെയ്യാം. വെൻ യു ടേക്ക് ക്രെഡിറ്റ് യു ഹാവ് ടു ഓൾസോ പുട്ട് ഡെബിറ്റ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ടൈമിനെ മാനേജ് തുടങ്ങിയിട്ട് വെൻ യു സ്റ്റാർട്ട് മാനേജിങ് യുവർ കലണ്ടർ പ്രോപ്പർലി ആൻഡ് ഓൾസോ ഡിസൈഡ് ദാറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു റിമെമ്പർ യുവർ സ്കെഡ്യൂൾ, യുവർ കലണ്ടർ ഇസ് ഗോയിങ് ടു റിമെമ്പർ യുവർ സ്കെഡ്യൂൾ. ബിക്കോസ് നമ്മുടെ ബ്രെയിനിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കെഡ്യൂൾ റിമെമ്പർ ചെയ്യാന്നുള്ളതല്ല, നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളെ
ബ്രെയിന് നമ്മൾ തോട്ട് പവറിന്റെയും ജോലി. ആ കാര്യം നമ്മളെ കലണ്ടറിനെ മാനേജ് ചെയ്യുന്ന ഒരു ചെറിയൊരു ജോലി നമ്മൾ ഏൽപ്പിക്കുന്നതിനേക്കാളും നല്ലത് ആ ജോലി നമ്മളൊരു ഔട്ട്ലുക്ക് പോലത്തെ ആപ്പിനെയോ അല്ലെങ്കിൽ ടാസ്ക് മാനേജ്മെന്റ് ആപ്സിനോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് എ ബിഗ് ഇമ്പാക്ട്. സോ ഇൻ ദ ലാസ്റ്റ് 2 years ബേസിക്കലി ഐ ഹാവ് ബിക്കം എ ഡിവൗട്ട് ഫാൻ ഓഫ് ഔട്ട്ലുക്ക്. ആൻഡ് എന്റെ കഴിഞ്ഞ 2 കൊല്ലത്തെ ദിവസത്തെ എല്ലാ ദിവസത്തെ സ്കെഡ്യൂൾ ഇപ്പൊ ആക്ച്വലി ഔട്ട്ലുക്ക് നോക്കിയാൽ കാണാം. എവറിത്തിങ് ഇസ് ദർ. അപ്പൊ ആ രീതിയിൽ ഞാനൊരു when I assign the duty to an app, to technology, that's when things change for me. So you ask me how am I managing this multi roles that I'm doing right now, it's because I entrusted technology to take care of my schedule. ഈ ബിസിനസിന്റെ യാത്ര പറ്റി പറയുകയാണെങ്കിൽ കോളേജ് കഴിഞ്ഞ ഉടനെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ടപ്പിലൂടെ തുടങ്ങിയൊരു ജേണിയാണ്. അതിനുശേഷം സ്വന്തമായി പാർട്ട്ണർഷിപ്പിൽ വേറെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തി ഇപ്പോൾ BNAയുടെ ഫ്രാഞ്ചൈസികൾ ചെയ്യുന്നു. ഇത്രയും കാലത്തെ ബിസിനസ് യാത്രക്കിടയിൽ ഒരുപാട് റിസഷൻ സൈക്കിളുകൾ, വേറെ അതല്ലാതെ ഒരുപാട് ക്രൈസിസുകൾ, ഇപ്പോൾ ഖത്തറിൽ തന്നെ ബ്ലോക്കേഡ്, ഇങ്ങനെയുള്ള ഒരുപാട് തിരിച്ചടികളും വെല്ലുവിളികളും എല്ലാം നേരിട്ടിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം പഠിച്ച ഒരു ഏറ്റവും വലിയ ബിസിനസ് പാഠം എന്താണ്? ആ വാക്ക് തന്നെയാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ളത്. വെല്ലുവിളികളും തിരിച്ചടികളുമായിട്ട് ഞാൻ കൺസിഡർ ചെയ്തില്ല, പാഠങ്ങളായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ തിരിച്ചടികളായിട്ട് നമ്മൾ കൺസിഡർ കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഓക്കെ ഐ ഹാവ് ലോസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് വരാം. നമ്മൾ ഐ ലോസ്റ്റ് ദ ബാറ്റിൽ, ഐ ലോസ്റ്റ് ദിസ് തിങ്, ഐ ലോസ്റ്റ്. അങ്ങനെയല്ല, വാട്ട് ഡിഡ് ഐ ഗെയിൻ ഫ്രോം ഇറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ സ്റ്റാർട്ടപ്പ് വന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വി വർ ഫ്രഷേഴ്സ്, വി ഡിഡ്ന്റ് നോ ഹൗ ടു ഡു ബിസിനസ്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് ഗെയിൻ ചെയ്തതെന്ന് വെച്ചാൽ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് എഡ്യൂക്കേഷൻ ഡിഡ്ന്റ് ആക്ച്വലി ലെറ്റ് മീ prepare me is to become a businessman. നമ്മൾ education, as much as education is important, your degree, your schooling, everything is important. One thing we have to really understand is it is designed to actually create workers out of us. നമ്മളെല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ if you ask me why I went into a startup, I would say the fact that maybe I was not qualified to be employed at a point of time. നമ്മൾ എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ ബാക്ക് പേപ്പേഴ്സിന്റെ സിറ്റുവേഷൻ വരും. ബാക്ക് പേപ്പേഴ്സ് എഴുതിയെടുത്തിട്ട് പിന്നെ മുന്നോട്ട് ബാംഗ്ലൂർ പോയാൽ മതി എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോൾ എറണാകുളത്ത് ചെറിയ ജോലിക്ക് കയറി. അങ്ങനെ ബാക്ക് പേപ്പേഴ്സ് എഴുതിയെടുത്തു, കല്യാണം കഴിഞ്ഞു. പിന്നെ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് ഒരു ചെറിയ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് നിലനിർത്തിപ്പോയി. അതിൽ ഞങ്ങൾക്ക് നല്ല മുന്നേറ്റം ഉണ്ടായി. കാരണം ഞാൻ ഖത്തറിൽ വന്നിട്ട് ഞങ്ങള് കച്ചവടം തുടങ്ങി. ഖത്തറിലേക്ക് ഞാൻ വരുന്ന ആക്ച്വലി 2006 വന്ന് ഫുൾ ടൈം എസ്റ്റാബ്ലിഷ് ആവും. 2005 ഞാൻ ഖത്തറിൽ നിന്ന് പ്രോജക്ട്സ് എടുത്ത് തുടങ്ങി. ആ സമയത്ത് എനിക്ക് വന്ന് ഞാൻ ഖത്തറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വിത്തിൻ 1 month ഏകദേശം 500,000 റിയാൽസിന്റെ പ്രോജക്ട്സ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സമയത്ത്. ആൻഡ് our expertise, our companies, and I have to basically also remember my partners at that point of time. Anishum Zahiru, they were also really solid people who stood with us. And ആ point of time ഉണ്ടായിരുന്ന ഞങ്ങളുടെ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രി. ഞങ്ങൾ ആക്ച്വലി ഓൺലൈൻ എഡ്യൂക്കേഷണൽ പോർട്ടൽ 2005 തന്നെ റോൾ ഔട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അതുപോലെ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, അതുപോലെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, പിന്നെ ടാലി പോലെ ഒരു അക്കൗണ്ടിങ് പാക്കേജ്, ഇതൊക്കെ ഞങ്ങൾ അന്നേ ഉണ്ടാക്കിയ നല്ലൊരു കസ്റ്റമർ ബേസ് ഉണ്ടായതാണ്. അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കിയപ്പോൾ ഡൈവേഴ്സിഫിക്കേഷനെ പറ്റി ആലോചിച്ച് വേറൊരു ഫീൽഡിൽ, ഒന്നും അറിയാത്തൊരു ഫീൽഡിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന് 2008 റിസഷൻ എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ കുറെ പാഠങ്ങൾ പിന്നെയും പഠിച്ചു. ആ പാഠങ്ങളിൽ കുറച്ച് ഹെവി ഫീസ് വേണ്ടി വന്നു ഇൻ ടേംസ് ഓഫ് ദ മണി ദാറ്റ് വി ഹാഡ് ടു ലെറ്റ് ഗോ ഓഫ്, ബേസിക്കലി ലൂസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. പക്ഷെ 2010 ശരിക്കും ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലായത്, ദാറ്റ് your balance sheet and your profit and loss is the best reports that you can have about your business. നമ്മളെ ചുറ്റിനുള്ള മിക്ക ബിസിനസ്, ഇപ്പോൾ if you ask me, even right now there are a lot of people who don't read their profit and loss in the right way. The moment you actually treat it as a document that can tell you the health of your company, നമ്മൾ ഒരു മനുഷ്യന്റെ ECG ആണ് അയാളുടെ ശരീരത്തിലെ കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ നമ്മുടെ ബിസിനസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും ആണ് നമ്മുടെ കറക്റ്റ് റിപ്പോർട്ട്സ്. ആ റിപ്പോർട്ട്സിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസ്. അപ്പൊ ആ ഒരു റിയലൈസേഷൻ എവിടെ നിന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
2010 ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഓഡിറ്ററിന് പറഞ്ഞു, ഷബീബ്, ഓഡിറ്റ് റിപ്പോർട്ട് ഇസ് ലുക്കിംഗ് വെരി ബാഡ്, യുവർ ബാലൻസ് ഷീറ്റ് ഇസ് ലുക്കിംഗ് വെരി ബാഡ്. ഞാൻ വളരെ സിമ്പിളായി ചോദിച്ചു, സർ, ഇഫ് ദിസ് ഇസ് ലുക്കിംഗ് ബാഡ്, when will it look good? Can you tell me what these figures should be like for it to look good? And I നോക്കിയിട്ട് പറഞ്ഞു, you are the first person who's actually asking me like this. Like, what should the figures be for me to say that it is good? അങ്ങനെ പുള്ളി എൻ്റെ ഒപ്പം ഇരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് ഞങ്ങൾ കുറെ നേരം സ്പെൻഡ് ചെയ്തിട്ട് he actually basically made up a balance sheet figure, projected balance sheet ഉണ്ടാക്കിയിരുന്നു, which is actually achievable. It's not that the company comes out of loss. It's basically that the company goes on a journey towards profitability. അപ്പൊ ആ കൊല്ലത്തില് ഇത്ര നമ്മള് മുന്നോട്ട് പോകും, we will mitigate so much losses and we will create so much of profit which will allow us to mitigate the losses. അങ്ങനത്തെ ഫിഗേഴ്സ് ആക്കി എടുക്കണമെങ്കിൽ എങ്ങനത്തെ തീരുമാനങ്ങൾ ഞാൻ എടുക്കണം, എങ്ങനത്തെ പ്രോസസ്സുകൾ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യണം, എങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം, എന്റെ ക്യാഷ് റോൾ ചെയ്യുന്ന സൈക്കിൾ എത്ര തവണ ഞാൻ റോൾ ചെയ്യണം. അപ്പം അതും വേറൊരു കാര്യം മിക്കവർക്കും അറിയാത്തതാണ്. പലരും വിചാരിക്കും, ഓക്കെ, 2 മില്യൺ റിയാലിന്റെ ക്യാപിറ്റൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 4 മില്യൺ റിയാൽ ഉണ്ടാവുന്നത്. ആ 4 മില്യൺ റിയാലും ഒറ്റടിക്കല്ല ഉണ്ടാവുന്നത്. ഈ 2 മില്യൺ വന്നിട്ട് ഇതിനെ ഓവർ ദ ഇയർ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ റൊട്ടേഷനിലും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് നമുക്ക് ക്യുമുലേറ്റീവ് ആയിട്ട് 15% ഓരോ തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വരുമ്പോഴാണ് അത് 40% മാറുന്നത്. ഐ മീൻ 60% വരുന്നത്. അതിൽ നമ്മളെ എക്സ്പെൻസസ് ഒക്കെ ടേക്ക് ചെയ്താൽ ബാക്കി 30% ആവും. അങ്ങനത്തെ ചില ബേസിക് സിസ്റ്റംസ് എന്താണെന്ന് മനസ്സിലാക്കാൻ കുറെ പേര് ബിസിനസ് ചെയ്തു. എല്ലാവരും അക്കരെ പച്ച എന്നുള്ളൊരു കാര്യം നമ്മൾക്ക് കാണുമ്പോൾ അവൻ പൈസ ഉണ്ടാക്കി അതുപോലെ നമുക്ക് പൈസ ഉണ്ടായിക്കൂടെ, ആ ഫീൽഡിൽ നമുക്ക് പൈസ ഇടാന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാതെ ഒരു ഫീൽഡിൽ പോയിട്ട് കുറെ മില്യൻസ് ഇട്ട് അല്ലെങ്കിൽ കുറെ ലക്ഷങ്ങൾ ഇട്ട് നഷ്ടങ്ങൾ അതിന്റെ ശേഷമാണ് തലക്കും കൈവച്ചിട്ട് എന്താണ് നമ്മൾ ചെയ്താൽ തെറ്റുന്നത്. തെറ്റെന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ പൈസ ഇട്ടു. അതന്നെ എങ്ങനെ ഈ പൈസ നിങ്ങൾക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യും, എങ്ങനെ ഒരു പ്രോപ്പർ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കാതെ. അത് മനസ്സിലായപ്പോഴാണ് ബിസിനസ് പ്ലാൻ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇയർ ഓൺ ഇയർ ഇതാക്കിയിട്ട് വിത്തിൻ 3-4 years കംപ്ലീറ്റ് ലോസ് മിറ്റിഗേറ്റ് ചെയ്തു. ആൻഡ് ദോസ് ലെസൺസ്, ആ 4 കൊല്ലത്തെ ലെസൺസ് ഇൻ ഫൈനാൻസ് മാനേജ്മെന്റ് ഹാസ് റിയലി ഹെൽപ് മീ ഇൻ ടേക്കിംഗ് മൈ ലൈഫ് ഫോർവേഡ്, ഇൻ ടേക്കിംഗ് മൈ ബിസിനസ്സസ് ഫോർവേഡ്. ആ പ്രാക്ടീസിൽ കൂടെ സെറ്റപ്പ് അതിന് ശേഷം ചെയ്തിട്ടുള്ള എല്ലാ ബിസിനസ്സുകളിലും മുന്നോട്ട് പോയിട്ടുള്ളൂ, ഒന്നും പിന്നാക്കം പോയിട്ടില്ല. കാരണം അന്ന് ഉണ്ടായിരുന്ന പാഠങ്ങളിൽ നിന്ന് ശരിക്കും പൈസ ഉണ്ടാക്കാൻ പഠിച്ചു. എങ്ങനെ ട്രേഡിങ്ങിൽ കൂടെ പൈസ ഉണ്ടാക്കണം, എങ്ങനെ പ്രോജക്ട് മാനേജ്മെന്റിൽ പൈസ ഉണ്ടാക്കണം. കുറെ കാലത്തെ എക്സ്പീരിയൻസും കുറെ കാലത്തെ ഇൻപുട്സ് ഒക്കെ ഒരുമിച്ച് വന്നപ്പോൾ, പല ഇൻഡസ്ട്രീസിലുള്ള എക്സ്പോഷേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഇറ്റ് അലൗഡ് മീ ടു ക്രിയേറ്റ് ദാറ്റ് ഇമ്പാക്ട് ഇൻ ടേംസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു ബിക്കം പ്രോഫിറ്റ്. അപ്പോൾ ഇത്ര കുറെ ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്ത് എപ്പോഴും ആലോചിക്കുന്നത് എന്തിനാണ് ഈ കണ്ട ചാലഞ്ചസ് ഒക്കെ വരുന്നത്, എന്തിനാ ഇത്ര അധികം പാഠങ്ങൾ പഠിക്കേണ്ടി വരുന്നത്. ഓക്കെ, കാരണം ഈ പറഞ്ഞ പോലെ പല ടൈമിലും പല റിസഷൻസ് വരും, അല്ലെങ്കിൽ പല ചാലഞ്ചസ് വരും. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബാക്ക് ടു സ്ക്വയർ 1 ചിലപ്പോൾ പോകേണ്ടി വന്നിട്ടുണ്ട്, ചിലപ്പോൾ ബാക്ക് ടു സ്ക്വയർ 5 പോകേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനത്തെ കുറെ കാര്യം. അപ്പൊ ഇത്രക്കും എക്സ്പോഷർ വന്ന ഒരു സിറ്റുവേഷനിൽ പഠിച്ച പാഠങ്ങൾ ആക്ച്വലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എവിടെയെന്ന് വെച്ചാൽ BNI എന്ന ഈ ഒരു എന്റർപ്രൈസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോൾ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ the knowledge and experience I had gathered over that first 17 years of my experience, or first 15 years of my experience, literally became fruitful for me to help a lot of companies through BNI. കാരണം BNI ഇപ്പോൾ നമുക്ക് 125 കമ്പനികളുണ്ട്, ഓഫ് വിച്ച് ഇൻ ഖത്തർ അതിൽ 81 ഡിഫറെന്റ് കാറ്റഗറീസിലുള്ള ആൾക്കാരുണ്ട്. ബിസിനസ്സുകളിൽ പ്രോജക്ട്സിലുണ്ട്, സെയിൽസ്, സർവീസസിലുണ്ട്, പല ടൈപ്പിലുണ്ട്. പക്ഷെ ഇവരൊക്കെ നമ്മുടെ അടുത്ത ഒരു പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ നമ്മൾ we have been there, we have seen that, and we have actually overcome it, and maybe in some cases we didn't overcome, but we know what doesn't work. So we are able to tell them, don't try this, it doesn't actually work. Even though you might think that this is the simplest solution, it doesn't actually work. So you need to actually don't do that. One of the things that I realize is that some of the consultants become so good because they have seen the number of ways things don't work. Thomas Edison പറഞ്ഞ പോലെ 10,000 തവണ അറ്റംപ്റ്റ് ചെയ്തതിന്റെ ശേഷമാണ് ലൈറ്റ് ബൾബ് ഉണ്ടാക്കിയത്. And when someone asked him, what did you learn from doing it for 10,000 times? What he said is, I learned how not to do it 9,999 ways. I know that there are 9,999 ways it doesn't work, and this is the way it works, so that I don't have to go back and learn those lessons, and I can tell people that it doesn't work in that way. That's where actually when you open your mind to learning from others and actually learning from lessons that others have gone through, it becomes amazing. Another quote is Picasso's quote: great artists create, successful artists copy.
Okay. They learn from other artists and they kind of do it and Cool. they become more successful. They start selling faster. That's what it is. Okay. Great. ഈ 330 ആൾക്കാരും BNI മെമ്പേഴ്സും ആണ്. ഒരു BNI ഡയറക്ടേഴ്സും ആണ്. So they are BNI members who are helping other members make more money. ഞാൻ ആ റൂമിൽ പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനിവിടെ ഐ എം എ മെമ്പർ ഹു ഇസ് നോട്ട് ഫൈൻഡിങ് ടൈം ഫോർ BNI ആൻഡ് ദീസ് ആർ പീപ്പിൾ ഹു ആർ BNI members and they are finding time to help others. I was kind of thinking, okay, what is happening here? അങ്ങനെ അവിടെ ഉള്ള ഒരു പാർട്ടിസിപ്പന്റിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, മാം, how do you find time for BNI? Like, you're a successful business person, you have a business and you're doing so many things. How do you actually find time for BNI? അപ്പോൾ പുള്ളിക്കാരത്തെ പേര് ആനി എന്നായിരുന്നു. ആനി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഷബീബ്, you don't find time for BNI, you live BNI. It hit me somewhere. I was like, how do you live BNI? And that's when I started seeing a lot more people making money from BNI. കാരണം ആ സമയത്ത് അങ്ങനത്തെ രീതിയിൽ നമ്മൾ അപ്രോച്ച് തുടങ്ങിയപ്പോൾ it was all about helping people, givers gain. How do I spend 5 minutes with you and make you feel good about that 5 minutes, that you will get worth of 10 minutes from that 5 minutes?